ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പാൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എല്ലാവരും ബന്ധപ്പെട്ട് മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. എക്സ്റേ എടുക്കേണ്ട ആളുകൾക്കെല്ലാം തന്നെ എക്സ്റേ എടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്യേണ്ട ആളുകൾക്ക് സ്കാൻ ചെയ്തിട്ടുണ്ട്. വാർഡിലേക്ക് മാറ്റേണ്ട ആളുകളെ പെട്ടെന്ന് തന്നെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. 24 പേരാണ്. അതിലൊരു 10 വയസ്സുള്ള ഒരു കുട്ടിയടക്കം IMCHലാണ് ആ കുട്ടിയുള്ളത്. വലിയ പരുക്കില്ല, ആർക്കും വലിയ പരുക്കില്ല. ഒരു ക്രിട്ടിക്കൽ എന്ന് പറയാനുള്ള പരുക്കങ്ങൊന്നുമില്ല. ചതവ് ഒടിവെല്ലാം തന്നെ ഉള്ളതാണ്. അത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് പലർക്കും ഉള്ളത്. ഒന്ന് ആനയെ കാണുമ്പോൾ എല്ലാവരും ചിതറി ഓടിയിട്ട് പരസ്പരം മുട്ടിപ്പോയിട്ടുള്ളവരുണ്ട്, വീണിട്ടുള്ളവരുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുള്ള പരുക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രശ്നമൊന്നുമുള്ള ആരുമില്ല. 3 ഡെത്താണ് കൺഫേം ആയിട്ടുള്ളത്. 2 പേര് മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. ഒരാളെ മൈത്രയിലാണുള്ളത്. മൈത്രയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മരിച്ചത് അവിടെ പഴയ കെട്ടിടമായിരുന്നു. ഒരാന മറ്റേ ആനേനെ കുത്തിയതാണ്. അപ്പം മുമ്പിലുള്ള ആന ഓടി ആ ബിൽഡിങ്ങിനെ ആണ് തട്ടിയിട്ടുള്ളത്. ബിൽഡിംഗ് പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അത് പൊളിഞ്ഞു വീണപ്പോൾ അതിനുള്ളിൽ പെട്ടിട്ടുള്ള ആളുകളുമുണ്ട്. അങ്ങനെ പെട്ടിട്ട് അതിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേ അറിയുള്ളൂ. ചെറിയൊരു സംശയം ആന ചവിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ആ സമയത്ത് എന്താണെന്നുള്ള അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ശരിക്കറിയാം. അതാണ് അവിടെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് അപകടം നടന്നതിനെക്കുറിച്ചും എന്നാണ് കാനത്തിൽ ജമീല MLA വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആശ്വാസമുള്ള കാര്യം ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ഒരു ആരോഗ്യനില അത് തൃപ്തികരമാണ് എന്നതാണ്. ഒരു 10 വയസ്സുള്ള കുട്ടിയടക്കം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ആ കുട്ടിയുടെ അടക്കം ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് ഈ എക്സ്റേ എടുക്കുന്നതിനും മറ്റേ സ്കാനിങ് അടക്കമുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനുമൊക്കെ സ്വന്തം നിലയിൽ പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. ഈ മരിച്ച 3 പേർക്കപ്പുറം ആരുടെയും ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായ അവസ്ഥയിൽ ഇല്ല എന്നാണ് MLA അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും വളരെ മികച്ച സജ്ജീകരണങ്ങൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമായ ആളുകളൊക്കെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, മറ്റ് കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ അന്വേഷണം പിന്നീട് നടക്കും. ഒപ്പം ഈ മരിച്ച ആളുകൾ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് ആണ് എന്ന ഒരു പ്രാഥമിക നിഗമനമാണ് നേരത്തെ MLA പറഞ്ഞത്. പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായാലേ അറിയാൻ കഴിയൂ എന്നാണ്. ഈ വിവരം അറിഞ്ഞ് കൂടുതൽ പേർ ആശുപത്രിയിലേക്കൊക്കെ എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ ഒരു VIP വാഹനം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മന്ത്രിമാർ ആരെങ്കിലും എത്തുന്നുണ്ടോ? ഈ ചികിത്സ സംബന്ധിച്ച എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ആശ്വാസകരമാണ് അനീഷ് പറഞ്ഞ കാനത്തിൽ ജമീല പങ്കുവെച്ച ആ വിവരം. എന്തായാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ ആർക്കും ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നത് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഈ മരിച്ച ആളുകൾ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചത് അത് ഈ ആനയുടെ ആക്രമണത്തിലാണോ, ഈ കെട്ടിടാവശിഷ്ടങ്ങൾ വീണാണോ, അതോ ഈ തിക്കിലും തിരക്കിലും പെട്ടാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ടോ അനീഷ്? അവിടെ നിന്ന് അനീഷിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കും. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മാത്രവുമല്ല, പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നതാണ് ഇപ്പോൾ MLA ഉൾപ്പെടെ നമുക്ക് നൽകുന്ന വിവരം. അത് വളരെ ആശ്വാസകരമാണ്. 31 പേർക്ക് പരിക്ക്, 7 പേരുടെ നില ഗുരുതരം എന്ന തരത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യമില്ല, ആ ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പരിക്കേറ്റവർക്ക് കൈക്ക് ഒടിവേറ്റവർ, കാലിന് ഒടിവേറ്റവർ, അങ്ങനെയൊക്കെയുള്ള പരിക്കുകൾ ഉള്ളവരുണ്ട്. പക്ഷെ ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് MLA പറയുന്നത്. 31 പേർ ചികിത്സയിലുണ്ട്. അതിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ കുട്ടി ഉൾപ്പെടെ ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് MLA അറിയിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ എഴുന്നള്ളിപ്പിന്റെ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. സ്ക്രീനിൽ നമുക്ക് ഒരു ഭാഗത്ത് കാണാം ആനകൾ. ഒരാന മറ്റൊരാനയെ കുത്തി, ആ ആന മറ്റൊരു കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് ഇടിച്ച്, അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. കതിന പൊട്ടിയ സൗണ്ട് കേട്ടിട്ടാണ് ഈ പീതാംബരൻ എന്ന ആന അടുത്ത് നിന്ന ഗോകുൽ എന്ന ആനയെ കുത്തുന്നത്. ആ ആന പരിഭ്രാന്തിയോടെ
ആ കെട്ടിടത്തിൽ ഇടിച്ച് ആ കെട്ടിടത്തിന്റെ ഭാഗം പൊളിഞ്ഞു വീഴുകയായിരുന്നു. അവിടെ ദേവസ്വം ഓഫീസിന്റെ ഭാഗത്ത് പ്രായം ചെന്നവരൊക്കെ കസേരയിട്ട് അവിടെ നടക്കുന്ന ചടങ്ങുകൾ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനുള്ളിലും ഈ ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചധികം പേരുണ്ടായിരുന്നു. ആ കെട്ടിടാവശിഷ്ടങ്ങൾ വീണത് ഇവരുടെ ദേഹത്തേക്കാണ്. അങ്ങനെ അവിടെ നിന്നവർക്കാണ് പരിക്കേറ്റത്. ഈ മരിച്ച 3 പേരും ആ ദേവസ്വം ഓഫീസിന്റെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആന വിരണ്ടോടിയപ്പോൾ ഓടി അങ്ങനെ മരിച്ചു എന്നും പറയുന്നു. അതിൽ സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഈ വിരണ്ട ആന പിന്നീട് 2 ഭാഗത്തേക്കായി ഓടുകയായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വസിക്കാവുന്ന ഒരു കാര്യം. പക്ഷേ ആന വിരണ്ടു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ആളുകൾ പരിഭ്രാന്തരായി പല വഴിക്കോടി. അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്.